ഇല്ല. ചാക്കോച്ചൻ മുന്നോട്ട് പോകല്ലേ, പലക മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക. ചാക്കോച്ചൻ താഴേക്ക് പോകും. കാലിൽ കിടന്ന ചെരുപ്പുകൾ ചാക്കോ കുനിഞ്ഞ് കയ്യിലെടുത്തു. നിലത്തിൽ തടിയാണുള്ളതെന്ന് അവന് മനസ്സിലായി. കാലുകൾ നീക്കി വെച്ചപ്പോ ചില ഭാഗങ്ങൾ പൊട്ടി അടർന്നു പോയതായി അവന് മനസ്സിലായി. മേൽപ്പലകയുടെ അരികു പിടിച്ച് ജനലിനടുത്തെത്തി. കെട്ടിടത്തിന്റെ പിൻഭാഗമായിരുന്നു അത്. ജനൽപ്പാളികൾ അടർന്നു പോയിട്ടുണ്ട്. പുറത്ത് കാടാണെന്ന് അവൾക്ക് തോന്നി. ചുവരിലും മരങ്ങൾ വേര് പിടിച്ച് തലനീട്ടി നിൽപ്പുണ്ട്. അവർ തിരിച്ചെത്തുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടേ തീരുവെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. ഹാൾ കടന്നപ്പോ വലതുവശത്തൊരു മുറിയായിരുന്നു. അതിന്റെ വാതിൽ കൊളുത്തു നീക്കി അവൾ തുറന്നു. ഒരു പഴയ കട്ടിലും തടിമേശയും ഏതാനും കസേരകളും അവിടെയുണ്ട്. മേശയിൽ ഒഴിഞ്ഞ മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും കണ്ടു. അലങ്കോലപ്പെട്ട നിലയിലായിരുന്നു ആ മുറി. അവൾ തിരിഞ്ഞപ്പോ റോഡിലേക്കുള്ള ജനൽ തള്ളി തുറക്കാനുള്ള ശ്രമത്തിലായിരുന്നു മണിച്ചാമി. അയാൾ എത്ര ശ്രമിച്ചിട്ടും ജനൽപ്പാളികൾ തുറക്കാനായില്ല. വാതിൽപ്പാളിയില്ലാത്ത മറ്റൊരു മുറി കൂടി മേരി കണ്ടു. മുകളിലെ മേൽക്കൂര തകർത്ത് ഏതു നിമിഷവും നിലം പൊത്തുന്ന നിലയിലായിരുന്നു ആ മുറി. മേരിയെ! ചാക്കോയുടെ വിളി കേട്ടപ്പോ അവൾ തിരിച്ചു വന്നു. പുറത്ത് കടക്കാൻ ഈ വഴിയേ ഉള്ളൂ ചാക്കോച്ച. നമ്മൾ എന്നാ ചെയ്യും മേരി? അവന്റെ ഒച്ച വിറച്ചു. ജനലഴിയിൽ പിടിച്ച് തളർന്നു നിന്ന മണിച്ചാമിയെ അവൾ ജ്വലിക്കുന്ന കണ്ണോടെ നോക്കി. അയാളോട് ചോദിക്ക്, അവര് വന്നിട്ട് അയാളെ പറഞ്ഞു വിടും. എന്നെ സംശയിക്കല്ലേ മോളെ, പറ്റിപ്പോയി.